അപ്പോൾ നമസ്കാരം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മണി 1:35 കഴിഞ്ഞു. ഇനി ഒരു 3.5 മണിക്കൂർ കൂടിയാണ് പരസ്യ പ്രചരണത്തിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കലാശക്കൊട്ട് ഒഴിവാക്കി അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ യഥാർത്ഥ കലാശക്കൊട്ട് വരാൻ പോകുന്നത് ഈ 19-ാം തീയതിയാണ്. അത് വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ട് ആ കലാശക്കൊട്ട് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ പിണറായിസത്തിൻ്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി നിലമ്പൂരിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് അടിക്കും. അതാണ് ഞങ്ങളുടെ കലാശക്കൊട്ട്. ഞങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ ഫീൽഡിലാണ്. പരിമിതമായ പ്രവർത്തകരാണ് ഞങ്ങൾക്കുള്ളത്. അവരെ ഇന്ന് ഈ നായാട്ടിന് വിടണ്ട എന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. 2, ഈ മഴയുമായി ബന്ധപ്പെട്ട് വലിയ ട്രാഫിക് ജാമുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ഏകദേശം 7 മണിക്കൂർ, 3.5 മണിക്ക് തുടങ്ങി രാത്രി നമ്മൾ 10 മണിയോട് കൂടിയാണ് 9:50 അവസാനിപ്പിക്കുന്നത്. 6.5 മണിക്കൂറോളം CNG റോഡ് ബ്ലോക്കായിരുന്നു. അതിൽ തന്നെ എനിക്ക് അങ്ങേറ്റത്തെ വിഷമമുണ്ട്. ഇനിയും വീണ്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന ഒരു താല്പര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇതാണ് 1ഉം 2ഉമായിട്ട് പറയാനുള്ളത്. 3-ാമത്തെ കാര്യം, നിങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പ് 9 വർഷത്തിന് ശേഷം ഈ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ്റിൻ്റെ 9ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു. 4 എന്ന് പറയുന്നുണ്ട്, എന്തായാലും 9 വർഷമല്ലോ. 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് CPM-യുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുള്ളതാണ്. പലരും പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, എളമരം കരീം സഖാവ് പറഞ്ഞിട്ടുണ്ട്, TP രാമകൃഷ്ണൻ സഖാവ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ഇതൊരു പിണറായി ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനുള്ളത്. അതിന് അദ്ദേഹം ഉത്തരം പറയണം. ഞാൻ ജൂദാസാണ്, അത് പോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് LDF-നെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാകാൻ പോവുകയാണ്. അവരുടെ എല്ലാ മെഷീനറിയും 98 MLA-മാരും മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രി സംഘവും അവരുടെ മറ്റു തൊഴിലാളി പ്രസ്ഥാന നേതാക്കളും അവരുടെ കോർപ്പറേഷൻ മേയർമാരും അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും തുടങ്ങി അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനാണ് നേരിടുന്നത്. പണം അവർക്കൊരു പ്രശ്നമല്ല. പണം പല വഴിക്കും വന്ന് ഈ മണ്ഡലത്തിൽ ഒഴുകുന്നത് നിങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പണം വീടുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി അവർ നിർലോഭം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം, LDF-ന്റെ എതിർത്ത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല പണം കൊടുക്കുന്നത്, LDF-നോടൊപ്പം നിൽക്കുന്നവർക്കും CPM-നോടൊപ്പം നിൽക്കുന്നവർക്കും പണം കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സഖാക്കൾക്ക് ഒരു റോളും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടില്ല. മുഴുവൻ ഇവിടെ ഈവന്റ് മാനേജ്മെന്റിന്റെ മരുമോനിസത്തിന്റെ ഒരു സംഘം വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തി പോകുന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു. കിറ്റുകൾ കൊടുക്കുന്നുണ്ട് 2 വിഭാഗവും. അപ്പം നമുക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിവരമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തകരോടും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഖാക്കളോടും ഒക്കെ പറഞ്ഞത്, കിട്ടുന്നത് മുഴുവൻ വാങ്ങണം, ഒന്നും നോ എന്ന് പറയരുത്. കാരണം ഇതൊന്നും അവരുടെ തറവാട് വിറ്റിട്ട് കൊണ്ടുതരുന്നതല്ല. കേരളത്തിലെ ജനങ്ങളെ പല രീതിയിൽ കൊള്ളയടിച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പണമാണ് ഇവിടെ നൽകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സഖാവ് ഗോവിന്ദൻ മാഷോടുള്ള ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ? കാരണം പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്, പിണറായിയോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തോടുള്ള വിരോധമാണ്, അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യത്തോടുള്ള വിരോധമാണ്.
കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ അടിസ്ഥാന തത്വം മതേതരത്വം ഇവിടെ പണയം വെച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞ ഒരാഴ്ചയായി പല ഘട്ടങ്ങളിലായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ PV അൻവറിനെ അറ്റാക്ക് ചെയ്യാനല്ലാതെ ഈ അനിമൽ അറ്റാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഈ നിമിഷം വരെ പിണറായിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇതുവരെ ചെയ്യാറായിട്ടില്ല. ഈ ജില്ല നേരിടുന്ന വിഷയങ്ങൾക്ക് അവർ ചർച്ചയാക്കിയിട്ടില്ല. ഇത് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടർമാർ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അടിവരയിട്ടുകൊണ്ട് അവര് അതിനെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറണ്ടേ? ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാനുള്ള തൻ്റെ ഇടം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഉണ്ടോ എന്നതാണ് എൻ്റെ പ്രധാന ചോദ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നു. അതായത് ഞാനൊരു ഷൗക്കത്ത് വിരോധിയാണ്, അതുകൊണ്ടാണ് ഈ എതിർക്കപ്പെടുന്നത് എന്ന ചർച്ച ഇപ്പോഴും ഇവിടെ ലൈവാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം UDF-ലെ ഒരു ചെറിയ വിഭാഗം ലീഡർഷിപ്പ് ഇവിടെ ഫാഷൻ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഫാഷൻ പരേഡ് ആരാണ് നടത്തുന്നതെന്നത് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ വിഭാഗം ഒഴികെ മറ്റാരും ആ ഒരു വാദഗതി ഉയർത്തുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നലെ ഇവിടെ KPCCയുടെ മറ്റൊരു സെക്രട്ടറി ഉണ്ട്, VA കരീം. ഷൗക്കത്തിനേക്കാളും എത്രയോ സീനിയറാണ് അദ്ദേഹം. നിരവധി തവണ ഇപ്പോഴും മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് അദ്ദേഹം. 2005 മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, 2015 ജയിച്ചിട്ടുണ്ട്, 2020 ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടത് 2010 മുനിസിപ്പൽ ഇലക്ഷനിലാണ്. അദ്ദേഹം ഇവിടെ ചന്തക്കുന്നുകാരനാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി കൂടിയായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് വോട്ട് മറിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് 2010 മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും ഈ പറയുന്ന VA കരീമും ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നു. സ്വാഭാവികമായും സീനിയോറിറ്റിയിൽ VA കരീം അന്നും KPCC സെക്രട്ടറി അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ DCC വൈസ് പ്രസിഡന്റാണ്. എന്തായിരുന്നാലും അന്നത്തെ സീനിയോറിറ്റി പ്രകാരം ഈ പറയുന്ന VA കരീമായിരിക്കും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആകുക. ഈ 20 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് VA കരീം പരാജയപ്പെട്ടു. എവിടെ പരാജയപ്പെട്ടു അറിയോ നിങ്ങൾ? 300 തൊട്ട് 400 വോട്ട് കിട്ടുന്ന നിലമ്പൂർ അങ്ങാടിയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിൽക്കുന്ന വാർഡിൽ വോട്ട് വാരി തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് മുനിസിപ്പൽ ചെയർമാൻ ആകുന്നത്. ഞാൻ ഈ കാര്യം എനിക്ക് ഓർമ്മയൊന്നുമല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു വിളിച്ചിട്ട് നമുക്ക് പിന്തുണ അറിയിക്കുകയാണ്. ഞങ്ങളെ കാക്കാന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചത് ഷൗക്കത്താണ്, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഇന്ന വോട്ടർമാരെ, ആളുകളെ, ഞങ്ങളെ കുടുംബത്തിലെ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ തരാണ്. അപ്പം കാലുവാരൽ ആരംഭിച്ചതിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് ഈ പറയുന്ന ഷൗക്കത്ത് VA കരീമിന്റെ കുടുംബങ്ങൾ ആര്യാടന്റെ വീട്ടിൽ പോയി വലിയ വിഷയങ്ങളുണ്ടായി, അന്ന് വാർത്തകൾ വന്നതാണ്. അപ്പൊ ആ കുടുംബം അവർ ചെറിയ കുടുംബമല്ല. VA കരീമിനെ അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല. ഈ മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ആ കുടുംബത്തിന്റെ വോട്ട് ഇല്ല പരിപൂർണമായിട്ട്.